കാണാനായിട്ട് ചെറുതാണെങ്കിലും ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് ഭയങ്കര ഇതാണ്, കുരച്ചോണ്ട് അങ്ങ് ചെല്ലും. ആ ഒരു ടൈപ്പാണ്. ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ലോകത്തിലെ തന്നെ ഡോഗ് ബ്രീഡിലെ ഏറ്റവും കുഞ്ഞന്മാരായിട്ടുള്ള ചിവാവയെ കുറിച്ചിട്ടാണ്. മിക്ക പേർക്കും ഈ ഒരു ബ്രീഡിനെ കുറിച്ചിട്ട് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ലോകത്ത് പല ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് ചിവാവാസ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് രണ്ട് ടൈപ്പാണ്. ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് ഹെയറും, അവരെ അല്ലെങ്കിൽ സ്മൂത്ത് എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ലോങ് ഹെയറും. ഈ ഷോർട്ട് ഹെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ദേഹത്ത് അങ്ങനെ വലുതായിട്ട് രോമങ്ങളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, നല്ല സ്മൂത്ത് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് സ്മൂത്ത് എന്നുള്ള വേറൊരു പേരും കൂടെ വന്നത്. പിന്നെ വരുന്നതാണ് ലോങ് ഹെയറും. ലോങ് ഹെയർ ആണ് ഷോർട്ട് ഹെയറിനെക്കാട്ടി കുറച്ചും കൂടെ കാണാനായിട്ട് നമുക്ക് ക്യൂട്ടായിട്ടൊക്കെ തോന്നുക. കാരണം ഹെയർ അവരുടെ ചെവിയുടെ ഒക്കെ സൈഡിൽ നല്ലപോലെ ഹെയർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഷോർട്ട് ഹെയറിനെക്കാട്ടി കുറച്ചും കൂടെ കാണാനായിട്ട് ക്യൂട്ട് ലുക്ക് വരുന്നത് ലോങ് ഹെയറിനാണ്. കാണാൻ ഇവന്മാർ കുഞ്ഞന്മാരായതുകൊണ്ട് തന്നെ ഇവരെ വളർത്താനായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ചെറിയ രീതിയിലുള്ള സ്പേസ് മതി. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ ഇവരെ കൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവർ ഭയങ്കര സൈസ് കുറവാണ്. അതുപോലെ തന്നെ സൈസ് കുറവാണെന്ന് വെച്ചിട്ട് ഇവർ ഒട്ടും ആക്റ്റീവ് ഒന്നും അല്ലാതല്ല, ഇവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്, കാരണം ആള് കുഞ്ഞതല്ലേ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇവരെ കൊണ്ടുപോകാം, നമ്മുടെ കയ്യിൽ നല്ലതുപോലെ ഒതുങ്ങിയിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവരുടെ ഹൈറ്റിന്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ഏകദേശം 8 സെന്റിമീറ്റർ മുതൽ 13 സെന്റിമീറ്റർ വരെയാണ് ഇവരുടെ ഹൈറ്റിന്റെ ഏകദേശം ഒരു ഡിഫറൻസ് വരുന്നത്. അതുപോലെ ഇവരുടെ വെയിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു അഡൽട്ട് ആയി കഴിയുമ്പം ഇവരുടെ വെയിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ 1 കിലോഗ്രാം മുതൽ 3 കിലോഗ്രാം വരെ മാത്രമാണ് ഇവരുടെ വെയിറ്റ് വരുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആൾ എന്തുമാത്രം കുഞ്ഞനാണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഹെയറിന്റെ കേസിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, ഷോർട്ട് ഹെയറും അതുപോലെ തന്നെ ലോങ് ഹെയറും ആണ് വരുന്നത്. ഇപ്പോൾ ഷോർട്ട് ഹെയറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഷെഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ചിവാവയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് കുഞ്ഞൻ ബ്രീഡാണല്ലോ, ഇപ്പം അവരുടെ കോട്ട്, അതായത് അവരുടെ സ്കിന്നൊക്കെ നനയുവാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം, വലിയ ബ്രീഡ്സിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അറിയാം, ചെറിയ രീതിയിലുള്ള നനവ് അവരുടെ കോട്ടിൽ അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ലോങ് ഹെയറിൽ വരുന്ന ഷിവാവയ്ക്ക് കുറച്ചും കൂടെ ഒരു ഗ്രൂമിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ കോമ്പിങ് ഒക്കെ ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പം രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ നല്ല രീതിയിൽ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഹെയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കും. ഇവർ കാണാൻ ക്യൂട്ടാണെങ്കിലും സൈസിൽ കുഞ്ഞന്മാരാണെങ്കിലും ഇവർ ഗാർഡിങ്ങിലും ഒട്ടും മോശമൊന്നും അല്ല. അതായത് ഇപ്പോൾ ഇവരെക്കാട്ടി അത്യാവശ്യം വലിയ സൈസുള്ള ഡോഗ് ബ്രീഡ്സ് വന്നാലും ഇവർ അങ്ങോട്ട് ചാടിക്കൊണ്ട് കുരച്ചോണ്ട് ചെല്ലും. വലിയൊരു ധൈര്യശാലിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ ഇവന്മാർ അങ്ങോട്ട് കുരച്ചോണ്ട് ചെല്ലും. അതാണ് ഇവരുടെ പ്രകൃതം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുവാണെങ്കിലും ഇവർ കുരയ്ക്കാറുണ്ട്. ഈ ചെറിയ രീതിയിലുള്ള ഗാർഡിങ് ഒക്കെ ഇവർ ചെയ്യാറുണ്ട്. കാണാനായിട്ട് ചെറുതാണെങ്കിലും ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് ഭയങ്കര ഇതാണ്, കുരച്ചോണ്ട് അങ്ങ് ചെല്ലും. ആ ഒരു ടൈപ്പാണ്. പിന്നെ ഇവരുടെ ലൈഫ് സ്പാൻ പറയുവാണെങ്കിൽ ഏകദേശം 12 വർഷം മുതൽ 20 വർഷം വരെയാണ് വരുന്നത്. എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ഈ പറയുന്നത് പോലെ അത്രയും ഈ ഒരു ഇയർ കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ മനുഷ്യരുടെ കേസ് ആണെങ്കിലും അറിയാലോ, നമുക്കിപ്പോൾ 100 വയസ്സ് വരെയാണ് പറഞ്ഞെങ്കിലും അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പറയുന്ന ആവറേജ് ലൈഫ് സ്പാനിലല്ലല്ലോ നമ്മുടെ കാര്യം നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് മിക്ക ഡോഗ്സിന്റെ കാര്യം. ഇപ്പൊ അവർ വളർന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ലൈഫ് സ്പാനിലും ചെറിയ രീതിയിലുള്ള വേരിയേഷൻ വരും. എന്നാലും ഏകദേശം പറയുന്നത് 12 മുതൽ 20 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ എന്നുള്ളത്. ഇവർക്ക് സ്പേസ് വളരെ കുറച്ച് മതി എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഇവരുടെ ഫുഡിന്റെ കേസും. ഫുഡും ഇവർക്ക് വളരെ കുറച്ച് ഫുഡ് മാത്രം മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്രയും സൈസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു സ്റ്റൊമക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ മതി. ഒരുപാട് നമ്മൾ ഫുഡ് കൊടുത്താലും അവർ കഴിക്കത്തില്ല. അവർ വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ ഇവരുടെ ഫുഡിന്റെ കേസ് വരുവാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് പാക്കറ്റ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇവർക്ക് കുറുക്ക് പോലത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ റാഗി അങ്ങനത്തെ കുറുക്ക് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചോറാണെങ്കിലും നമ്മൾ ചോറും ചിക്കനും കൂടെ അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു സൂപ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കുറുക്ക് രൂപത്തിൽ കഴിക്കാനാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഫുഡ് കഴിക്കും. പിന്നെ ഈ പറയുന്നത് പോലെ ഫുഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ വലിയ ബ്രീഡ്സിനൊക്കെ കൊടുക്കുന്ന പോലെ ഒരുപാട് ഫുഡിന്റെ ആവശ്യമില്ല, വളരെ കുറച്ച് എമൗണ്ട് മാത്രം മതി. ഇവർക്ക് കുറച്ച് എമൗണ്ട് ആയിട്ട് ഫീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ചെറിയ ഡോഗ് ബ്രീഡ് എന്നുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇവർക്കാണ് കിട്ടിയിട്ടുള്ളത്. 2013 മില്ലി എന്ന് പറഞ്ഞൊരു ചിവാവയ്ക്കാണ് കിട്ടിയത്. പിന്നെ ആ ഒരു റെക്കോർഡ് കടത്തിവെട്ടി, അതും ചിവാവ ഇനത്തിൽ പെടുന്ന തന്നെ ബ്രീഡാണ്. ആ ഒരു ചിവാവയുടെ പേരെന്ന് പറയുന്നത് പേൾ എന്നാണ്. അപ്പം ഇതുവരെ ഏറ്റവും ചെറിയ സൈസിലുള്ള ഡോഗ് ബ്രീഡിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതും ഇവർക്ക് തന്നെയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മളെ കുഞ്ഞു ബ്രീഡ്സ് ഉണ്ടല്ലോ, ഷിറ്റ്സു, അതുപോലെ തന്നെ പഗ്, ചിവാവ, ഇവരുടെയൊക്കെ കണ്ണെന്ന് പറയുന്നത് പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കണ്ണാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ണാണല്ലേ. നമുക്ക് അവരെ നോക്കുന്ന സമയത്ത് അവർ നമ്മളെ ക്യൂട്ടായിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് കണ്ണ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ഈ ഒരു ചിവാവ കുട്ടനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞൻ ബ്രീഡ്സ് ആണെങ്കിലും ഉറക്കം എണീറ്റ് വരുന്ന സമയത്ത്, ഇപ്പം നിങ്ങളുടെ പപ്പി ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡൽട്ട് ആയിക്കോട്ടെ, അഡൽട്ട് ഡോഗ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഉറക്കം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരുടെ കണ്ണ് നമ്മൾ ശ്രദ്ധിക്കുക, കണ്ണ് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ചൂട് സമയത്തൊക്കെയാണ് കൂടുതലും ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉറക്കം എണീറ്റ് വരുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടണിൽ ജസ്റ്റ് കുറച്ച് വെള്ളം മുക്കിയിട്ട് അവരുടെ കണ്ണിന്റെ ഭാഗത്തൊക്കെ നല്ലതുപോലെ തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ വലിയ ബ്രീഡ്സ് ആണെങ്കിലും അവർക്ക് വലിയ രീതിയിലുള്ള ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരത്തില്ല. എന്നാലും ചൂട് സമയത്തൊക്കെ അവരെയും നല്ലതുപോലെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു ബ്രീഡിനെ വളർത്തിയാലും അവരെ നല്ലതുപോലെ നമ്മൾ കെയർ ചെയ്യാം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതേപോലെ ഈ കുഞ്ഞന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ അവരുടെ കണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീനിങ് സൊല്യൂഷൻ കിട്ടും. ക്ലീനിങ് സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കുഞ്ഞന്മാരെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പെറ്റ് ഷോപ്പോ അല്ലെങ്കിൽ കെനലോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്